ഓക്കെ, നമുക്ക് ഈ വാട്സപ്പ് എ പി യുടെ ഒരു യൂസ് കേസ് ഞാനൊരു പിക്ചറായിട്ട് കാണിച്ചു തരാം. സോ ഇത് ഫേസ്ബുക്ക് ആഡ്സ്, പിന്നെ നിങ്ങൾ ചെയ്യുന്ന ഗൂഗിൾ ആഡ്സ്, പിന്നെ ഇപ്പോൾ എനി മീഡിയ സോഷ്യൽ മീഡിയ വരുന്ന കമൻസോ മെസ്സേജസോ, പിന്നെ ലിങ്ക്ഡിൻ ആഡ്സ്, വെബ്സൈറ്റിൽ വരുന്ന ട്രാഫിക്, ഇതെല്ലാം നമ്മൾ കൊണ്ടുവരുന്ന ട്രാഫിക്കാണ് നമ്മളുടെ മാർക്കറ്റിംഗ് പ്രോസസ്സിൽ. ഇതിനെല്ലാം കൃത്യമായിട്ട് ഒരു ഫോളോ പ്രോസസ്സിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ പൊതുവെ CRMs യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ CRM യൂസ് ചെയ്താലും ഇല്ലെങ്കിലും ഫർദർ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? നമുക്ക് വാട്സപ്പ് API വേണം. വാട്സപ്പിലാണ് എപ്പോഴും ഫോളോ അപ്സ് പ്രോപ്പറായിട്ട് നടക്കുക. ഈ CRM എന്ന് പറയുന്നത് ചിലപ്പോൾ വാട്സപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം തന്നെ ആയിരിക്കാം. അവിടെ നിന്ന് ഈ ഒരു പ്രോസസ്സിൽ വന്ന് ഇവിടെ നിന്ന് വാട്സപ്പിൽ കസ്റ്റമർക്ക് ഫോളോ അപ്പ് അയച്ചിട്ട് ഇവിടെ നിന്നാണ് പിന്നെ അടുത്ത ഒരു സെയിൽസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് ചിലപ്പോൾ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ഫോളോ അപ്പിന് വേണ്ടിയിട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇവിടെയാണ് ഈ വാട്സപ്പ് API യൂസ് കേസ് പ്രധാനമായിട്ട് വരുന്നത്. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് API തന്നെ വേണം. നോർമൽ വാട്സപ്പ്സ് വർക്ക് ചെയ്യത്തില്ല. കാരണം നോർമൽ വാട്സപ്പ്സ് ഒന്നും ഇന്റഗ്രേറ്റബിൾ അല്ല, ഒന്നും കണക്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വാട്സപ്പ് API ഇന്റഗ്രേറ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് ഈ വരുന്ന എല്ലാ പ്രോസസ്സിനും കൃത്യമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതാണ് മെയിൻ ആയിട്ട് വാട്സപ്പ് API ഒരു യൂസ്. പിന്നെ വരുന്ന യൂസ് ഇന്നലെ പറഞ്ഞ മാതിരി ബ്രോഡ്കാസ്റ്റ് ചെയ്യാനും, പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെന്റ് 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 കളക്ഷൻ ചെയ്തു. അപ്പോഴും നിങ്ങൾക്ക് ഈ ഒരു വാട്സപ്പ് API തന്നെ വേണം കസ്റ്റമറെ നോട്ടിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് സെയിൽസ് ആയിരിക്കാം. എനിവേ ദിസ് ഇസ് ഫോളോ അപ്പ്. സെയിൽസ് ആണെങ്കിലും എന്താണെങ്കിലും ഇത് ഫോളോ അപ്പ് ആണ്. അപ്പൊ ഇവിടെയാണ് ഈ ഒരു സിസ്റ്റത്തിന്റെ ആവശ്യം വരുന്നത്. ഓക്കെ, ഇനി ഇത് സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സിന്റെ ബേസിക്സ് ആണ് നമ്മൾ ഇന്നലെ സംസാരിച്ചത്. അതായത് ഇപ്പൊ എന്താണ് വാട്സപ്പ് API എവിടെയാ വർക്ക് ചെയ്യുന്നത്, അതിന്റെ കോസ്റ്റ് എന്താണ്, അതിന്റെ ടെംപ്ലേറ്റ്സ് എന്താണ്, അതൊക്കെ നമ്മൾ ഇന്നലെ കണ്ടു. അപ്പോൾ ഇനി ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഇപ്പോൾ വാട്സപ്പ് API ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യില്ല. കാരണം അത് വർക്ക് ചെയ്യണമെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സിസ്റ്റമായിട്ട് അത് കണക്ട് ചെയ്യണം. പിന്നെ അതിന്റെ യൂസ് കേസും ഈ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ പ്രോസസ്. അപ്പോൾ നോർമൽ വാട്സപ്പ് ആയിട്ട് ഇതിനെ ഒരിക്കലും നമ്മൾ കാണരുത്. ഇപ്പോൾ വാട്സപ്പ് ഫോളോ അപ്പ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് സേ കസ്റ്റമേഴ്സിന്റെ കയ്യിലിരിക്കുന്ന നോർമൽ വാട്സപ്പ് ആണെന്ന് വിചാരിക്കും. ഇത് കുറെ ആൾക്കാരുടെ കയ്യിലുണ്ട്, കുറെ ആൾക്കാർ ഉണ്ട്. അപ്പൊ ഈ ആൾക്കാരെല്ലാവരെയും നിങ്ങൾക്ക് അറ്റ് എ ടൈം, ഇപ്പോൾ നമ്മൾ തന്നെ ചെയ്യുന്ന പ്രോസസ്സ്, ഇന്നത്തെ ഒരു ദിവസം തന്നെ നമ്മൾ ഏതാണ്ട് ഒരു 500-600 ലീഡ് പ്രോസസ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് അത്രയും ആൾക്കാരിലേക്ക് മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞ പ്രാക്ടിക്കലി ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പൊ അവിടെയാണ് ഈ വാട്സപ്പ് API ഗുണം. ഇത് അൺലിമിറ്റഡ് ആയിട്ട് എത്ര പേർക്ക് വേണമെങ്കിലും ബേസ്ഡ് ഓൺ ദി പ്ലാൻ മെസ്സേജ് അയക്കാനും ഫോളോ അപ്പ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നോർമൽ വാട്സപ്പിൽ പറ്റാത്തതുകൊണ്ടാണ് വാട്സപ്പ് API എന്ന് പറയുന്ന ഒരു സാധനം. ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ആരാണ്? ഇതെല്ലാം യൂസ് ചെയ്യുന്നത് ആൾക്കാരാണ്, പീപ്പിൾ. എൻഡ് യൂസേഴ്സ് എല്ലാം യൂസ് ചെയ്യുന്നത് കൂടുതലും വാട്സാപ്പ് ആണ്.
അപ്പോൾ ഈ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് വാട്സപ്പ് APIയുടെ യൂസ് വരുന്നത്. ഓക്കെ, ഇതാണ് പ്രൈമറി പർപ്പസ്. അപ്പോൾ മാർക്കറ്റിംഗ് നമ്മൾ എത്ര കാര്യമായിട്ട് ചെയ്ത് കഴിഞ്ഞാലും ഈ എൻഡ് യൂസേഴ്സിലേക്ക് കണക്ട് ചെയ്യുന്ന പ്രോസസ്സ്, അക്നോളജ് ചെയ്യുന്ന പ്രോസസ്സ്, ഫോളോ അപ്പ് ചെയ്യുന്ന പ്രോസസ്സ് എല്ലാം കൃത്യമായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് തന്നെ വേണം. ഓക്കെ, റൈറ്റ്. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇതാണ് വാട്സപ്പ് APIയുടെ പർപ്പസ്. നമ്മളിപ്പോൾ ഫ്രണ്ടിൽ പഠിക്കുന്നല്ല, ഇപ്പോൾ ഫേസ്ബുക്ക് പഠിക്കുന്നുണ്ട്, ഗൂഗിൾ ആഡ്സ് പഠിക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ എല്ലാം പഠിക്കുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അടുത്ത സ്റ്റെപ്പിലേക്ക് ഫോളോ അപ്പിന് വേണ്ടിയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് API വേണം. സോ പിന്നെ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് പോവാം. ഇതൊരു വാട്സപ്പ് ടെംപ്ലേറ്റ് ആണ്. ഇതിപ്പോ ബിസിനസ് 360 വെച്ചിട്ട് നമ്മൾ അയച്ചിരിക്കുന്ന ഒരു വാട്സപ്പ് ടെംപ്ലേറ്റ് ആണ്. ഒരു ഇമേജ് ഉണ്ട്, പിന്നെ ടെക്സ്റ്റ് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ 2 ബട്ടൺ ഉണ്ട്. ഇതിപ്പോൾ പോയിരിക്കുന്ന ഒരു മെസ്സേജാണ്, ഇന്ന് പോയിരിക്കുന്ന ഒരു മെസ്സേജാണ്. പിന്നെ എങ്ങനെയാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. ടെംപ്ലേറ്റ്സ്. ഓക്കെ, ടെംപ്ലേറ്റ്സിൽ ക്രിയേറ്റ് ടെംപ്ലേറ്റ്. ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റ് മെറ്റയുടെ ബാക്കിൽ ഇന്നലെ കണ്ട സ്ഥലത്ത് വാട്സപ്പ് മാനേജറിൽ പോയി കഴിഞ്ഞാൽ അവിടെ അപ്ഡേറ്റ് ആയി വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ടെംപ്ലേറ്റ് ഫേസ്ബുക്കിൻ്റെ അടുത്ത് നിന്ന് അപ്രൂവൽ കിട്ടിയാൽ മാത്രമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം അപ്രൂവ്ഡ് എന്ന് പറഞ്ഞിട്ട് കാണാം. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന മെസ്സേജ് അവർ ചെക്ക് ചെയ്തിട്ടാണ് അപ്രൂവൽ തരുന്നത്. മോസ്റ്റ്ലി സ്പോട്ടിൽ തന്നെ ആവും. ഇനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഫോർമാറ്റ് ഇതാണ്. ടെംപ്ലേറ്റിന് ഒരു നെയിം ഉണ്ടായിരിക്കും. ഈ നെയിമിൽ ക്യാപിറ്റൽ ലെറ്റർ പറ്റില്ല, പിന്നെ സ്പേസ് പറ്റില്ല. സോ ഡെമോ സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർലൈനാ വരിക. ടെംപ്ലേറ്റ്, ഡെമോ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞ പേര് കൊടുത്തു. ഫോർ ട്രെയിനിങ്. കാറ്റഗറി മാർക്കറ്റിംഗ് ആൻഡ് യൂട്ടിലിറ്റി. ഇന്നലെ പറഞ്ഞിരുന്നു മാർക്കറ്റിംഗ് എന്താണ്, യൂട്ടിലിറ്റി എന്താണോ പറഞ്ഞിരുന്നു. അപ്പോൾ മാർക്കറ്റിംഗ് സെലക്ട് ചെയ്ത് ലാംഗ്വേജ് ഇംഗ്ലീഷോ മലയാളമോ എന്ത് വേണമെങ്കിലും ചൂസ് ചെയ്യാം, ലാംഗ്വേജ്. ഇനി ഹെഡർ കാണിക്കണോ വേണ്ടേ എന്നുള്ളത് ഓപ്ഷനിലാണ്. ഹെഡർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു മെസ്സേജാണ് ഇപ്പോൾ നമ്മൾ CRMൽ കണ്ട മെസ്സേജ്. അപ്പോൾ ഈ മെസ്സേജിൽ കാണുന്ന ഈ ഇമേജ് എന്ന് പറയുന്നത് ഒരു ഹെഡറാണ്. എല്ലാം ഹെഡർ ഉണ്ടാവും. ഈ ഇമേജസ് എല്ലാം ഹെഡറായിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എല്ലാം ഹെഡർ ഉള്ളതുള്ളൂ. സോ ഇതാണ് ഹെഡർ. ഹെഡർ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കാം, ഇമേജ് ആയിട്ട് കൊടുക്കാം, വീഡിയോ ആയിട്ട് കൊടുക്കാം, ഡോക്യുമെന്റ് ആയിട്ട് കൊടുക്കാം, ലൊക്കേഷൻ ആയിട്ട് കൊടുക്കാം. ഹെഡർ ആയിട്ട് ടെക്സ്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ വെൽക്കം ടു ഡെയിലി സ്കിൽസ്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് സൈഡിൽ അതിന്റെ പ്രിവ്യൂ കാണാം. ഇത് ബോൾഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഹെഡർ ആണ്. ഹെഡർ ടെക്സ്റ്റ് ആണ്. ഓക്കെ, ഇപ്പൊ ഇവിടെ മാക്സിമം ടെക്സ്റ്റ് ലെറ്റേഴ്സ് കൊടുക്കാൻ പറ്റുന്ന 60 ലെറ്റർ ആണ്. 60 ലെറ്റർ കഴിഞ്ഞാൽ പിന്നെ അത് ടെക്സ്റ്റ് എടുക്കില്ല. മാക്സിമം 60 ലെറ്റേഴ്സേ പറ്റുള്ളൂ, ക്യാരക്ടേഴ്സേ പറ്റുള്ളൂ. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വേരിയബിൾസ് ഇൻസേർട്ട് ചെയ്യാം. വേരിയബിൾ ഇൻസേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഞാനൊരു വേരിയബിൾ ഇൻസേർട്ട് ചെയ്തു. അപ്പൊ ഈ വേരിയബിൾ എന്തായിരിക്കും? വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഓരോ മെസ്സേജിന്റെയും കൂടെ മാറും എന്നാണ് അതിൻ്റെ അർത്ഥം. സേ ഞാനിപ്പോൾ ഇവിടെ കോണ്ടാക്റ്റിന്റെ ഫസ്റ്റ് നെയിം എടുക്കുകയാണ്. എന്നിട്ട് ഇവിടെ വെൽക്കം ടു നീതു ഞാൻ കൊടുത്തു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് മെസ്സേജിൽ കാണാം വെൽക്കം ടു ഡെയിലി സ്കിൽസ് നീതു എന്ന് പറഞ്ഞിട്ട് ഇവിടെ റൈറ്റ് സൈഡിൽ കാണാം. ഇനി ഇത് മാറിയിട്ട് ഇപ്പോൾ ശ്രുതി ആണെങ്കിൽ അവിടെ ശ്രുതി. അപ്പൊ ആർക്കാണോ മെസ്സേജ് പോകുന്നത് അവരുടെ പേരായിരിക്കും അവിടെ വരിക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് വേരിയബിൾ ആയിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷെ ഡെലിവറി ചെയ്യുന്നത് ആർക്കാണോ അവർക്ക് ആ മെസ്സേജ് കിട്ടും. അതാണ് ഈ വേരിയബിൾ എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രത്യേകത.
വേരിയബിൾ പേര് മാത്രമല്ല, നമുക്ക് പേര്, ലൊക്കേഷൻ, മൊബൈൽ നമ്പർ, എന്ത് ഡാറ്റ വേണമെങ്കിലും ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ മെസ്സേജ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു റീഡബിൾ ഫോർമാറ്റിലേക്ക് ആൾക്കാർക്ക് കിട്ടും. ഇനി ഇമേജ് ആയിട്ട് ഹെഡർ ആഡ് ചെയ്യണമെങ്കിൽ ഇമേജ് ആയിട്ട് ആഡ് ചെയ്യാം. ഇമേജ് ആയിട്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ഉണ്ടാവില്ല, പിന്നെ ഉള്ളത് ബോഡി ആയിരിക്കും. നോർമലി നമ്മൾ വാട്സപ്പിൽ അയക്കുന്ന മെസ്സേജ് ബോഡിയാണ്, ടെംപ്ലേറ്റ് ബോഡി അല്ലെങ്കിൽ മെസ്സേജ് ബോഡി എന്ന് പറയും, അതാണ് വരിക. വീഡിയോ കൊടുക്കണമെങ്കിൽ വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. വീഡിയോന്റെ സൈസ് 16 MB താഴെ നിൽക്കുന്ന വീഡിയോ മാത്രമേ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല, കാരണം 16 MB മേലെ ആണെങ്കിൽ അപ്ലോഡ് ആവില്ല. ഡോക്യുമെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഏതെങ്കിലും PDF ഫയലൊക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ ഈ ഒരു PDF ഒക്കെ അറ്റാച്ച് ചെയ്യണമെങ്കിൽ കൊടുക്കാം, അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെന്റ് ആണ് നിങ്ങൾക്കിപ്പോൾ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നിങ്ങൾ ക്യാമ്പയിൻ ചെയ്യുന്നത് ഒരു ബുക്ക് ഡെലിവറി ക്യാമ്പയിൻ ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ആ ബുക്ക് ഡെലിവറി ആണെങ്കിൽ ഇങ്ങനെ മെസ്സേജുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ലൊക്കേഷൻ, ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഓഫീസിന്റെ ലൊക്കേഷൻ ആണ് നിങ്ങൾ അയക്കണത് ഫോളോ അപ്പ് ആയിട്ട് എന്നുണ്ടെങ്കിൽ, ആ ലൊക്കേഷന്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ലൊക്കേഷൻ വാട്സപ്പ് മെസ്സേജിന്റെ കൂടെ അറ്റാച്ച് ചെയ്ത് പോകും. റൈറ്റ്, അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഒരു ഇമേജ് അറ്റാച്ച് ചെയ്യാണ്. ഓക്കെ, ഇപ്പം ഞാൻ കണ്ടന്റ് ഒരുപാട് കൂടുതലുണ്ട്. ഈ ഒരു ഇത് ആഡ് ചെയ്തു. എന്നിട്ട് ഇതിന് ടെക്സ്റ്റ് കൊടുക്കുകയാണ്. ടെക്സ്റ്റ്, അപ്പോൾ ടെക്സ്റ്റ് ഞാനിവിടെ ആദ്യം ഹലോ വേരിയബിൾ ഇൻസേർട്ട് ചെയ്തു. പിന്നെ മെസ്സേജ് കൊടുത്തു. ഐ വെൽക്കം യു ടു ഡിജിറ്റൽ ഗ്രോത്ത് കമ്മ്യൂണിറ്റി എന്നൊരു മെസ്സേജ് കൊടുത്തു. ഇപ്പം നമ്മളിവിടെ മലയാളമാണ് ലാംഗ്വേജ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മലയാളം കൊടുക്കണമെങ്കിൽ മലയാളം കൊടുക്കാം. ഇത് ഞാൻ ഡെമോ പർപ്പസിന് കോപ്പി ചെയ്യാണ് ഈ കണ്ടന്റ്. എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്തു. Benefits of the community are ടെക്സ്റ്റ് കൊടുത്തു. ഇനി അടുത്ത 2 എലമെന്റ്സ് വാട്സപ്പ് APIയിൽ വരുന്നത്, ഇവിടെ നമ്മൾ വേരിയബിൾ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. വേരിയബിൾ ഇൻസേർട്ട് ചെയ്ത് തന്നെ ഇവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. പേരാണെന്നുണ്ടെങ്കിൽ ഇവിടെ പേര് കൊടുത്തു. താങ്ക് യു, നേരെ കൊടുത്തു. ഇനി വരുന്നത് ഫൂട്ടറാണ്. ഫൂട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മെസ്സേജിന്റെ താഴെ നിങ്ങൾക്ക് ചെറിയൊരു ടെക്സ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഇപ്പം ഇവിടെ ഈ ഇമേജ് ഹെഡറാണ്, ഇത് ബോഡിയാണ്, ഇത് ഫൂട്ടറാണ്. ഇതിന്റെ താഴെ ബട്ടൺ വരുന്നുണ്ട്. അപ്പൊ ഇത് എല്ലാം ഈ മെസ്സേജ് ടെംപ്ലേറ്റിന്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് വാട്സപ്പ് API യൂസ് ചെയ്യുമ്പോൾ. നോർമൽ വാട്സപ്പിൽ ഇങ്ങനെ ഒരു ഫോർമാറ്റിംഗ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഫൂട്ടർ കൊടുക്കുകയാണ്. ക്ലിക്ക് ദ ബട്ടൺ ബിലോ ടു സൈൻ അപ്പ്. ഇനി ഇതുപോലെ ബട്ടൺ ആഡ് ചെയ്യാം. ബട്ടൺ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആഡ് ബട്ടൺ, കസ്റ്റം മാർക്കറ്റിംഗ്, ഓപ്റ്റ് ഔട്ട്, വിസിറ്റ് വെബ്സൈറ്റ്, കോൾ, ഫോൺ നമ്പർ, കോപ്പി, ഓഫർ കോഡ്, ഫ്ലോ, ഇങ്ങനെ പല പല ടൈപ്പ് ഓഫ് ബട്ടൺസ് ഉണ്ട്. സോ ഇവിടെ നമുക്ക് ആദ്യം ഈ ബട്ടൺ കാണാം. ഈ കസ്റ്റം ബട്ടൺ മാത്രം 10 എണ്ണം ആഡ് ചെയ്യാം.
ബാക്കി എല്ലാം 1, 2 വെച്ചിട്ടാണ് വരിക. അപ്പോൾ കസ്റ്റം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സേ നമ്മളൊരു ചോദ്യം ചോദിക്കുകയാണ്, ഡു യു വാണ്ട് ടു ജോയിൻ ദി കമ്മ്യൂണിറ്റി എന്നൊരു ചോദ്യമാണ് മുകളിൽ ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ യെസ് നോ നിങ്ങൾക്ക് കൊടുക്കണം. ഞാനിപ്പോൾ 2 ബട്ടൺ ഇവിടെ ആഡ് ചെയ്ത് കാണിച്ചു തരാം. യെസ് നോ. ഇപ്പോൾ ഇവിടെ കണ്ടോ 2 ബട്ടൺ വന്നിട്ടുണ്ടോ, യെസ് നോ എന്ന് പറഞ്ഞപ്പോൾ കസ്റ്റമർക്ക് യെസ് വേണമെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്യാം, നോ വേണമെങ്കിൽ നോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത് പൊതുവേ യൂസ് ചെയ്യുന്നത് ചാറ്റ് ബോർഡ്സ് ബിൽഡ് ചെയ്യാനാണ്. അപ്പോൾ അതായത് ഒരു മെസ്സേജ് കസ്റ്റമർക്ക് അയച്ചിട്ട് അയാൾ ഇതിൻ്റെ യെസ് നോ ക്ലിക്ക് ചെയ്യുന്നതിനനുസരിച്ച് അടുത്ത സ്റ്റെപ്പ് ആക്ഷൻ എടുക്കുന്നതാണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത്, ഈ കസ്റ്റം ബട്ടൺസ് അല്ലെങ്കിൽ ക്വിക്ക് റിപ്ലൈ ബട്ടൺസ്. അല്ലാത്ത കേസിൽ പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത് ഇവിടെ വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, ഇതായിരിക്കും. വിസിറ്റ് വെബ്സൈറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാം. അതിപ്പോൾ എൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ ഏത് വെബ്സൈറ്റ് ആണെങ്കിലും നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ അത് ആ ബട്ടൻ്റെ അപ്പോൾ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ലീഡിനെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പോൾ ഞാനിവിടെ ലൈഫ് ടൈം മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞു കൊടുത്തു, ടെക്സ്റ്റ് കണ്ടന്റ് ആഡ് ചെയ്ത് കൊടുത്തു, എന്നിട്ട് താഴെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ലിങ്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ ബട്ടൺ ആഡ് ചെയ്യാം. ഇനി വേറെ കോൾ ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ നമ്പർ ആഡ് ചെയ്യാം. അപ്പോൾ ആ ആൾക്കാർക്ക് ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ കോൾ ആഡ് ചെയ്യണമെങ്കിൽ, ഐ മീൻ കോൾ കണക്ട് ചെയ്യണമെങ്കിൽ കോൾ കണക്ട് ചെയ്യാം. ഇനി വേറൊരു ബട്ടൺ കൊടുക്കണം, ഇവിടെ കോൾ മീ ബാക്ക്. ഇപ്പോൾ കോൾ മീ ബാക്ക് എന്ന് അയാൾ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെസ്സേജ് വരും, അയാൾ കോൾ മീ ബാക്ക് എന്ന് പറഞ്ഞിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേണമെങ്കിൽ അയാളെ വിളിക്കാം. പിന്നെ നിങ്ങൾക്ക് മാർക്കറ്റിംഗ് ഓപ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ആവും. നമ്മൾ അയക്കുന്ന മെസ്സേജസ് പിന്നെ അവർക്ക് കിട്ടില്ല, അവർ ആ മാർക്കറ്റിംഗ് ചാനലിൽ നിന്ന് അവർ പുറത്താവും. ഇത് പൊതുവെ യൂസർ എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചില കമ്പനീസ് കൊടുക്കുന്നത്. പൊതുവെ നമ്മളത് കൊടുക്കാറില്ല. കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മുടെ മാർക്കറ്റിംഗ് ഇതിൻ്റെ പുറത്തേക്ക് പോകും. പിന്നെ ഓഫർ കോഡ്, എന്തെങ്കിലും നിങ്ങൾക്ക് ഓഫർ കോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് മാറ്റി, ഓഫർ കോഡ് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഓഫർ കോഡ് ഇവിടെ കൊടുത്തു. അപ്പോൾ അവർക്ക് അതിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഓഫർ കോഡ് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തിട്ട് അവർക്ക് എവിടെയാണോ അത് അപ്ലൈ ചെയ്യേണ്ടത് അവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊക്കെ ഒരു വാട്സാപ്പ് ടെംപ്ലേറ്റിൽ വരുന്ന, മാർക്കറ്റിംഗ് ടെംപ്ലേറ്റിൽ വരുന്ന ഓപ്ഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇനി വേണമെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്താം. പക്ഷേ ഇത് നമുക്ക് തൽക്കാലം ഒന്ന് അപ്രൂവലിന് ഇട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് പേര് സ്മോൾ ലെറ്ററേ പറ്റുള്ളൂ, സ്പേസിങ്, കാറ്റഗറി, ലാംഗ്വേജ്. പിന്നെ അത് കൂടാതെ നിങ്ങൾക്ക് ഫൂട്ടറിൽ ഇത് പറ്റില്ല. ഫൂട്ടറിൽ ഇമോജീസ് ഒന്നും വർക്ക് ചെയ്യില്ല, പ്രോപ്പർ ടെക്സ്റ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ക്ലിക്ക് ദ ബട്ടൺ ബിലോ ടു സൈൻ അപ്പ്. ഓക്കെ, ഹെഡറിലും ഫൂട്ടറിലും ഇമോജീസ് ഒന്നും വർക്ക് ചെയ്യില്ല, ടെക്സ്റ്റ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇനി ക്രിയേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ ഓക്കെ, അത് ഓഫർ കോഡിന് എറർ വന്നിട്ടുണ്ട്. ഓക്കെ, ടെംപ്ലേറ്റ് ക്രിയേറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നു. അപ്പോൾ നമ്മൾ കൊടുത്ത പേരെന്തായിരുന്നു, ഡെമോ. കണ്ടോ, ഡെമോ
ടെംപ്ലേറ്റ് ഫോർ ട്രെയിനിങ് എന്നുള്ളതാണ് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത്. അതിപ്പോൾ പെൻഡിങ്ങിലാണ് കിടക്കുന്നത്. പെൻഡിങ്ങിൽ എന്ന് പറഞ്ഞാൽ അത് ഇനി അപ്രൂവൽ കിട്ടണം. അതിൻ്റെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാം. സോ ഡെമോ ടെംപ്ലേറ്റ് ഫോർ ട്രെയിനിങ് ഓക്കെ. ബാക്കി എല്ലാത്തിനും അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം, ചിലപ്പോൾ അത് വന്നിട്ടുണ്ടായി. ചില കേസിൽ ഒരുപാട് ടൈം എടുക്കും. ഇതിപ്പോൾ അപ്രൂവ് ആയിട്ടുണ്ട്. ഡെമോ ടെംപ്ലേറ്റ് ഫോർ ട്രെയിനിങ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇതാണ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തത്. അപ്പൊ ഈ ടെംപ്ലേറ്റ് അപ്രൂവ് ആയി. അപ്പൊ ഇങ്ങനെയാണ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ. ഇനി ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് അയക്കാനായിട്ട് ഇപ്പൊ ഇതൊരു ഇപ്പൊ ഇവിടെ അയക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ വാട്സപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ വാട്സപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുത്തിട്ട് ഇൻസേർട്ട് ടെംപ്ലേറ്റിൽ പോയിട്ട് ഡെമോ ഇതാണ് ഡെമോ ടെംപ്ലേറ്റ് ഫോർ ട്രെയിനിങ് യൂസ് ടെംപ്ലേറ്റ്. ഇപ്പൊ നമ്മൾ ആ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഇവിടെ ഇൻസേർട്ട് ആയി ആൻഡ് ക്ലിക്ക് സെൻഡ്. അപ്പോൾ ആ അപ്പോൾ ആ മെസ്സേജ് ഡെലിവർ ആയി. ഓക്കെ. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ടെംപ്ലേറ്റ് ഇവിടെ നിന്ന് അയച്ചു. അപ്പോൾ അതിവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ഇമേജ്, ടെക്സ്റ്റ്, ബട്ടൺസ് ഒക്കെ നമ്മളിവിടെ അയച്ച പോലെ വന്നിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെയാണ് ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതും അയക്കുന്നതും. ഇനി ഇത് ബൾക്കായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ കോണ്ടാക്ട്സിലേക്ക് പോവാം. കോണ്ടാക്ട്സിൽ പോയിട്ട് ഇപ്പം ഞാനിവിടെ ഒരു 20 പേരെ സെലക്ട് ചെയ്തു. എന്നിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്, ബൾക്ക് വാട്സാപ്പ്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏത് ടെംപ്ലേറ്റ് ആണോ അയക്കേണ്ടത് ഈ ടെംപ്ലേറ്റ് എടുത്തു. അയ്യോ, അയച്ചു. കംപ്ലീറ്റ് ആയല്ലോ. ഞാനിപ്പോൾ അയച്ചതിൽ ഇത്ര പേർക്ക് അത് പോയി, ഡെലിവറായി. പെൻഡിങ് കുറച്ച് പേർക്കുണ്ട്, കുറച്ച് പേർക്ക് ഡെലിവറായി. ആരും വായിച്ചിട്ടില്ല ഇതുവരെ. എറർ. കുറച്ച് പേർക്ക് ഡെലിവർ ആയിട്ടില്ല, എറർ വന്നിട്ടുണ്ട്. കുറച്ച് പേരുടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഫോൺ നമ്പർ മിസ്സിങ്. ഇല്ല, 2 പേർക്ക് ഡെലിവർ ആയിട്ടുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് ബൾക്കായിട്ട് മെസ്സേജ് അയക്കുന്നത്. ഇത് ഏത് വാട്സപ്പ് APIയുടെ പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ UI ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ പർപ്പസ് സെയിം ആണ്. കാരണം ബാക്ക് എൻഡിൽ മെറ്റ വർക്ക് ചെയ്യുന്നത് ഒരേ പാറ്റേണിലാണ്. ഓക്കെ. ഇങ്ങനെയാണ് ബൾക്കായിട്ട് അയക്കുന്നത് വാട്സപ്പ്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്സപ്പിൽ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ നമ്മൾ കണ്ട ടെംപ്ലേറ്റ്സ് ആണ്. ഇനി ഫ്ലോസ് എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ഫീച്ചറാണ് ഫ്ലോസ് വാട്സപ്പിൻ്റെ.
ഇത് കുറച്ചും കൂടെ ഒരു ഹൈടെക് ആണ്. അപ്പോൾ ഇവിടെ ഒരു പുതിയ ഫ്ലോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ക്രിയേറ്റ് ഫ്ലോ എന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഡെമോ ഫ്ലോ എന്ന് പേര് കൊടുത്തു, കലണ്ടർ. അപ്പോൾ ഇവിടെ ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നത് കലണ്ടർ ബുക്കിങ്ങിന് വേണ്ടിയിട്ടാണ്. കലണ്ടറിൽ അപ്പോയിൻമെന്റ് ബുക്കിങ്ങിനാണ്. ഇപ്പോൾ നമുക്കൊരു കലണ്ടർ ഉണ്ട്, നമ്മുടെ സെയിൽസ് ടീം എല്ലാം യൂസ് ചെയ്യുന്ന, ഫോളോ ചെയ്യുന്ന ഒരു കലണ്ടർ ഉണ്ട്. അപ്പോൾ കലണ്ടറിലേക്ക് അപ്പോയിൻമെന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇവിടെ 3 കലണ്ടർ ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ഓൺലൈൻ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞ കലണ്ടർ എടുത്തു, നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇനി എന്തൊക്കെ ഫീൽഡാണ് വേണ്ടത്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം ഇന്നലെ ഞാൻ കാണിച്ചു തന്നിരുന്നത് എങ്ങനെയാണെന്ന്. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ എന്തൊക്കെയാണ് പേര്, ഫോൺ നമ്പർ, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണോ നമ്മൾ ഫ്ലോയിൽ ഇൻസേർട്ട് ചെയ്യുക, കസ്റ്റമർ ഇൻസേർട്ട് ചെയ്യേണ്ടത്, അതൊക്കെ നമ്മളിവിടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്തതിന് ശേഷം ക്ലിക്ക് നെക്സ്റ്റ്. എന്നിട്ട് ഇനി വീണ്ടും ഒരു ടെംപ്ലേറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. ഈ ടെംപ്ലേറ്റ് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കാണുന്ന മെസ്സേജ് ഇതായിരിക്കും. ഈ മെസ്സേജിന്റെ താഴെയുള്ള ബട്ടണിൽ അവർ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് അവരുടെ ഫ്ലോ ഓപ്പൺ ആയിട്ട് വരുന്നത്. നമ്മൾ നേരത്തെ കണ്ട ഫോം ഓപ്പൺ ആവാനായിട്ട് പ്ലീസ് ക്ലിക്ക് ബിലോ ആൻഡ് ബുക്ക് പോയിന്റ്. അപ്പം ഇങ്ങനെയായിരിക്കും അവർക്ക് ആ മെസ്സേജ് പോവുക. ഫ്ലോ ആദ്യമായിട്ട് പോകുന്നപ്പോൾ ആർക്കെങ്കിലും ഇപ്പോൾ മെസ്സേജ് അയക്കുമ്പോൾ വാട്സപ്പ് API നമ്മൾ നേരത്തെ കണ്ട പോലെ വന്ന ലീഡ്സിന് ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും മെസ്സേജ് പോവുക. ആ ടെംപ്ലേറ്റിൽ വരുന്ന മെസ്സേജാണ് നമ്മൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ലാസ്റ്റ് സ്റ്റേജിൽ. എന്നിട്ട് ഇത് താഴെ അവർ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ കണ്ട പ്രീവിയസ് സ്റ്റെപ്പിൽ കണ്ട ഈ ഒരു ഫോം ഓപ്പൺ ആയിട്ട് വരും. അവരെന്നിട്ട് അത് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കലണ്ടറിൽ അപ്പോയിൻമെന്റ് ബുക്കായിട്ട് വരും. ഇതാണ് ഫ്ലോ. അപ്പം ഇങ്ങനെ ടെംപ്ലേറ്റ്സും ഫ്ലോസും മാത്രമാണ് നമുക്ക് വാട്സപ്പിൽ ഫസ്റ്റ് മെസ്സേജ് ആയിട്ട് അയക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നോർമലി ചാറ്റ് ചെയ്യുന്ന പോലെ ചാറ്റ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ കോൺവെർസേഷനിൽ ഇവിടെ ഈ ഒരു ടെംപ്ലേറ്റിങ്ങിന് അയച്ചതിന് ശേഷം ഇനി നമുക്ക് എന്ത് വേണമെങ്കിലും വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് അയക്കാം. കണ്ടോ, പ്ലീസ് യൂസ് എ ടെംപ്ലേറ്റ് ടു ഇനീഷ്യേറ്റ് എ ചാറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു ടെംപ്ലേറ്റ് ആദ്യം യൂസ് ചെയ്തിട്ട് അയക്കാം. അതിനുശേഷം നമുക്ക് അവരോട് ചാറ്റ് ചെയ്യാം. ഇതൊന്നും ഇങ്ങനെ കാണിക്കണം, ടെംപ്ലേറ്റ് ഓൾറെഡി പോയിട്ടുണ്ടല്ലോ. ടെംപ്ലേറ്റ് അയച്ചതിന് ശേഷം പിന്നെ ഇവിടെ നമുക്ക് നോർമലി ടൈപ്പ് ചെയ്തിട്ട് അയക്കും. ഇത് എല്ലാ പ്ലാറ്റ്ഫോമിലും സെയിം ആണ്. ഇത് 24 hours കഴിയുമ്പോൾ ഇപ്പോൾ ഇവിടെ മെസ്സേജ് വന്നിട്ട് ഹലോ ഹൗ ആർ യു എന്ന മെസ്സേജ് വന്നിട്ട് 24 hours കഴിയുമ്പോൾ അത് സ്റ്റോപ്പ് ആവും. വീണ്ടും ടെംപ്ലേറ്റ് മെസ്സേജ് അയക്കണം, എന്നാൽ മാത്രമേ അടുത്ത ചാറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിനെയാണ് നമ്മൾ കോൺവെർസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് വാട്സപ്പ് API, വാട്സപ്പ് ടെംപ്ലേറ്റ് ആൻഡ് വാട്സപ്പ് ഫ്ലോ. എങ്ങനെയാണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് അയക്കുക. ഓക്കെ, ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് വാട്സപ്പിൽ ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ്. ഇപ്പോൾ വാട്സപ്പ് ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാനായിട്ട് പൊതുവെ
ഓരോ പ്ലാറ്റ്ഫോമിനും ഓരോ ഇന്റർഫേസ് ആണ്, ഓരോ രീതിയാണ്. ചിലതിൽ ഇന്നലെ ഞാൻ സ്ക്രീൻഷോട്ട് കാണിച്ച പോലെ ഒരു ഫ്ലോ ബിൽഡർ ആയിരിക്കും. ഇപ്പോൾ ചില പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഒരു ഫ്ലോ ബിൽഡർ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതായത് എന്താ പറയുക, ഡ്രാഗ് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് പോലത്തെ ഇതേപോലത്തെ ഒരു വിൻഡോ വരും. എന്നിട്ട് ഈ വിൻഡോയിൽ നമ്മളിങ്ങനെ ഇത് നിങ്ങൾ പ്ലാറ്റ്ഫോം എടുക്കണം. ഇത് പർച്ചേസ് ചെയ്താൽ മാത്രമേ ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേപോലെ എടുത്തിട്ട് അതിനകത്ത് ഇൻസേർട്ട് ചെയ്യുക, ഒരു എലമെന്റ് ഇൻസേർട്ട് ചെയ്യുക, ടെക്സ്റ്റ് എഡിറ്റ് ചെയ്ത് കൊടുക്കുക അതിനകത്ത്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണോ ആ സ്റ്റെപ്പിനനുസരിച്ചിട്ട് അടുത്തത് ഇൻസേർട്ട് ചെയ്യുക. ഇതിങ്ങനെ വരച്ച് 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 ഇങ്ങനെ പോകും ഓരോന്നോരോന്നായിട്ട്. അപ്പോൾ അതിനകത്തുള്ള ഓരോ പ്ലാറ്റ്ഫോമിന്റെയും കപ്പാസിറ്റി ഡിഫറെൻ്റ് ആണ്, ഫീച്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇവിടെ ബിസിനസ് 360 ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു ചാറ്റ് ബോട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓട്ടോമേഷനിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റ് വർക്ക് ഫ്ലോ, ഇപ്പൊ നമുക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടി വരുന്ന പൊതുവെ എപ്പോഴാണ്? ഒരു ലീഡ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരുന്ന സമയത്ത്. ആഹ് അങ്ങനെ ഒരു ടൈമിലാണ് നമുക്ക് വാട്സപ്പ് ഇത് അയക്കേണ്ടി വരുന്നത്, നമ്മുടെ വാട്സപ്പ് മെസ്സേജ് അയക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോ ട്രിഗർ എന്ന് പറയുന്നത് ഞാൻ ബ്ലാങ്ക് ആയിട്ട് വെക്കുകയാണ്. ട്രിഗർ നമുക്ക് എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ഫോം സബ്മിഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരു ഫോം സബ്മിറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇത് അയക്കണമെങ്കിൽ അയക്കാം. ഒരു ഫേസ്ബുക്ക് ലീഡ് വന്ന സമയത്ത് അയക്കണമെങ്കിൽ അയക്കാം. അങ്ങനെ ട്രിഗർ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ അയക്കുന്ന ഫസ്റ്റ് മെസ്സേജ് വാട്സപ്പ് ടെംപ്ലേറ്റ് ആയിരിക്കണം. ഇപ്പൊ ഇവിടെ വാട്സപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വാട്സപ്പ് ടെംപ്ലേറ്റ്സും ഇവിടെ കാണാം. കണ്ടോ, ഒരുപാട് ടെംപ്ലേറ്റ്സ് ഉണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനൊരു എങ്ങനെയാണോ വേറൊരു ടെംപ്ലേറ്റ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ചാറ്റ് ബോട്ട് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ടായിരുന്നു, ചെക്ക് ചെയ്യും.
ഓക്കെ, ഇതാണ് ആ മെസ്സേജ്. അപ്പോൾ ഇവിടെ ഞാനൊരു ലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ കുറേ ബട്ടൺസിൻ്റെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് AI ഓട്ടോമേഷൻ പിച്ച് എന്നോ അങ്ങനെന്തോ. AI ആൻഡ് ഓട്ടോമേഷൻ ഫസ്റ്റ് മെസ്സേജ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുന്ന ഒരാൾക്ക് ഇവിടെ ഒരുപാട് ബട്ടൺസ് കാണാം. അപ്പോൾ ഈ ഓരോ ബട്ടണും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് പോകണം എന്നുള്ളതാണ് ചാറ്റ് ബോട്ടിൽ നമ്മൾ പൊതുവെ ബിൽഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് മെസ്സേജ് ചൂസ് ചെയ്യുന്നത് AI ഓട്ടോമേഷൻ ഫസ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞത് എടുത്തു, സേവ് ചെയ്തു. ഇനി വേണ്ടത് ഈ മെസ്സേജിൽ താഴെ പേയ്മെന്റ് കളക്ഷൻ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ആൾക്ക് പേയ്മെന്റ് കളക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള മെസ്സേജ് അയക്കണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ, പേയ്മെന്റ് കളക്ഷൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന ആൾക്ക് അടുത്ത മെസ്സേജ് പോകണം. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ താഴെ ഇത് കുറച്ച് അഡ്വാൻസ്ഡ് സബ്ജക്റ്റ് ആണ്. നിങ്ങളിത് ഇവിടെ കണ്ടാലും ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം എടുക്കേണ്ടി വരും. എങ്കിൽ ഞാൻ പറഞ്ഞുതരാം ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യാന്നുള്ളത്. ചാറ്റ് ബോട്ട്സ് ബിൽഡ് ചെയ്യുന്നത് നോർമൽ ഓട്ടോമേഷൻ പോലെ തന്നെ ഒരു ട്രിഗർ ആക്ഷൻ ബേസ്ഡ് ആണ്. വരുന്ന മെസ്സേജിന്റെ അല്ലെങ്കിൽ വരുന്ന ട്രിഗറിനനുസരിച്ചിട്ടാണ് അടുത്ത ആക്ഷൻ. അപ്പോൾ ട്രിഗർ നമ്മളിവിടെ ഫേസ്ബുക്ക് ഫോം സബ്മിഷൻ അല്ലെങ്കിൽ ഒരു ഫോം സബ്മിഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ എക്സിക്യൂഷൻ ആണ് വാട്സപ്പ് മെസ്സേജ് നമ്മളിപ്പോൾ അയക്കാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ ഒരു ടെംപ്ലേറ്റ് ഇൻസേർട്ട് ചെയ്തു. ആ ടെംപ്ലേറ്റ് ഞാൻ കാണിച്ചു തന്നു. ഇതിനകത്ത് കുറേ ബട്ടൺസ് ഉണ്ട്. ഇപ്പോൾ കസ്റ്റമർ ഏത് ബട്ടൺ ആണോ ക്ലിക്ക് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് അടുത്ത മെസ്സേജ് പോകണം. അതാണ് ചാറ്റ് ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു മെസ്സേജ് വെച്ചു. ഇനി അടുത്തത് ഞാനിവിടെ സെലക്ട് ചെയ്യാൻ പോകുന്നത് വെയിറ്റ് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. വെയിറ്റ് കസ്റ്റമർ റിപ്ലൈ തരുന്നത് വരെ, കോണ്ടാക്ട് റിപ്ലൈ തരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. അതായത് മുകളിൽ അയച്ചിരിക്കുന്ന വാട്സപ്പ് മെസ്സേജിന് കസ്റ്റമർ റിപ്ലൈ തരുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഓക്കെ, അതാണ് അടുത്ത സ്റ്റെപ്പ്. വെയിറ്റ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കസ്റ്റമർ എന്താണ് റിപ്ലൈ ചെയ്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കസ്റ്റമർ ഇനി എന്താണ് റിപ്ലൈ തരുന്നത് അതിനനുസരിച്ചിട്ട് വേണം അടുത്ത സ്റ്റെപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ എടുക്കുകയാണ്. ഈഫ് എൽസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ എടുക്കുകയാണ്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിവിടെ അയച്ചിരിക്കുന്ന മെസ്സേജിൽ നമ്മൾ 10 ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഈ 10 ബട്ടണിൽ ഏത് ബട്ടൺ ആണോ കസ്റ്റമർ ക്ലിക്ക് ചെയ്യുന്നത് ആ ബട്ടൺ അനുസരിച്ചിട്ട് വേണം അടുത്ത മെസ്സേജ് പോകാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടി നമ്മളിവിടെ വെയിറ്റ് ചെയ്യാണ് കസ്റ്റമർ ഏത് ബട്ടണാണ് ക്ലിക്ക് ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ കസ്റ്റമർ വെയിറ്റ് ചെയ്തു, കസ്റ്റമർ റിപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോയി. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ഈഫ് എൽസ് കണ്ടീഷൻ ആണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഈഫ് എൽസ് കണ്ടീഷനിൽ ഇവിടെ ഞാൻ കോണ്ടാക്ട് റിപ്ലൈ മെസ്സേജ്, കസ്റ്റമർ അയച്ചിരിക്കുന്ന കോണ്ടാക്ട് റിപ്ലൈയിൽ വന്നിരിക്കുന്ന മെസ്സേജ് എന്താണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ബ്രാഞ്ച്. എന്ന് പറഞ്ഞാൽ കസ്റ്റമർ അയച്ചിരിക്കുന്ന റിപ്ലൈ ചെയ്തിരിക്കുന്ന മെസ്സേജ് നമ്മുടെ ആദ്യത്തെ മെസ്സേജ് ആണെങ്കിൽ പേയ്മെന്റ് കളക്ഷൻ എന്ന് പറയുന്ന ഒരു മെസ്സേജ് ആണ് കസ്റ്റമർ റിപ്ലൈ ചെയ്തിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ മെസ്സേജ് പോകണം. അപ്പം ഞാനിവിടെ അതിന് ഒരു ബ്രാഞ്ച് ആക്കിയിട്ട് ആഡ് ചെയ്തു. ഓക്കെ, ഇനി രണ്ടാമതൊരു ബ്രാഞ്ച് എടുത്തു. കോണ്ടാക്ട് റിപ്ലൈഡ് മെസ്സേജ് ഈസ് സെയിൽസ് ടീം ഡെലിഗേഷൻ എന്നുള്ളതാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ അതെടുത്തു. ദെൻ ഒരു ബ്രാഞ്ചും കൂടെ ഞാൻ എടുത്തു. കോണ്ടാക്ട് റിപ്ലൈഡ് മെസ്സേജ് ഈസ് ഓട്ടോമാറ്റിക് ക്യൂ പ്രൊപ്പോസൽ. ആ മെസ്സേജ് ഇൻസേർട്ട് ചെയ്തു. ഇപ്പോൾ തൽക്കാലം നമുക്ക് 3 എടുത്തിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ 3 ഏത് ബട്ടൺ കസ്റ്റമർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ എന്താണോ അവിടെ മെൻഷൻ ചെയ്യുന്നത് ആ പ്രോസസ്സ് അവിടെ എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഞാൻ സേവ് ചെയ്തു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 4 ബ്രാഞ്ച് വന്നു. ഒന്നാമത്തേത് പേയ്മെന്റ് കളക്ഷന്റെ മെസ്സേജ് ആണ്. 2 സെയിൽസ് ടീം ഡെലിഗേഷൻ ആണ്. 3 ഓട്ടോമാറ്റിക് പ്രൊപ്പോസൽ ആണ്. 4 ഇനിയിപ്പോൾ കസ്റ്റമർ ഒന്നും ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ 4 ബ്രാഞ്ച് വന്നു. അപ്പോൾ ചാറ്റ് ബോട്ടിന്റെ
4 ഓപ്ഷൻസിലേക്ക് കസ്റ്റമർ ഇപ്പോൾ വന്ന് നിൽക്കുകയാണ്. കസ്റ്റമർ വാട്സപ്പിൽ ഇതിൽ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ആവും. ഓക്കെ, ഇപ്പോൾ ചാറ്റ് ബോട്ടിന്റെ അടുത്ത ലെവലിലേക്ക് പോവാണ്. ഇനി റിപ്ലൈഡ് മെസ്സേജ് ഇസ് പേയ്മെന്റ് കളക്ഷൻ. അപ്പോൾ കസ്റ്റമർ ഇത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അടുത്ത പേയ്മെന്റ് കളക്ഷന്റെ മെസ്സേജ് പോകണം. അപ്പോൾ വാട്സപ്പ് സെലക്ട് ചെയ്തു. എന്ത് മെസ്സേജ് ആണോ ആ ക്ലിക്ക് വരുമ്പോൾ ഫോളോ അപ്പിന് പോകേണ്ടത് അത് ഇവിടെ എടുക്കുക. സോ DGC ഫോളോ അപ്പ് 1. ക്വാളിറ്റി ഉള്ള ലീഡ്സ്. സെയിൽസ് ടീമിനെ മോണിറ്റർ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ഓക്കെ, ഇവിടെ ഇൻസേർട്ട് ചെയ്യേണ്ട മെസ്സേജ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. പേയ്മെന്റ് കളക്ഷൻ. ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പൊ തൽക്കാലം നമുക്കൊരു ഡെമോ പോലെ ഇതിട്ടിട്ട് പോകാം. DGC ഫോളോ അപ്പ് 1 എന്ന് പറഞ്ഞിട്ട് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ ഞാൻ വാട്സപ്പ് മെസ്സേജ് ഇൻസേർട്ട് ചെയ്യാണ്. DGC ഫോളോ അപ്പ് 1. സേവ്. ഇവിടെ ഞാൻ വേറെ ഒന്ന് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ വേറെ ഇവിടെ ഏതാ DGC ഫോളോ അപ്പ് 3 ആണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ വേറെ മെസ്സേജ് ഇൻസേർട്ട് ചെയ്യണം. DGC വാട്സപ്പ് മെസ്സേജ് 3. ഇപ്പോ കസ്റ്റമർ ഈ ഈ 3 ബട്ടണിൽ ഏത് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ആ ബട്ടന്റെ അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള റിപ്ലൈ ആണ് ആ കസ്റ്റമർക്ക് പോവുക. ഇനി ഞാനിവിടെ ഒരു ഡെമോ പർപ്പസിന് വേണ്ടിയിട്ട് ഓക്കെ, അപ്പോൾ ഇത് സേവ് ചെയ്യണം. സേവ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യണം. ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ എൻ്റെ നമ്പറിലേക്ക് ഒരു മെസ്സേജ് അയക്കാൻ പോവാണ്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചിട്ടുണ്ട്.
ഓക്കെ, അതിനെന്തോ ഒരു എറർ വന്നിട്ടുണ്ട്. അത് ഇമേജിന്റെ എന്തോ എറർ വന്നിട്ട് പ്ലീസ് ഷെയർ ലിങ്ക് കണ്ടെയ്നിങ് വീഡിയോ. ഡെലിവർ ആയിട്ടില്ല മെസ്സേജ്. ഇപ്പോൾ മെസ്സേജ് പോവുകയാണെങ്കിൽ ഇങ്ങനെയാണ് ആ ബട്ടൺസ് വരിക. അപ്പോൾ നമുക്ക് വേറൊരു മെസ്സേജ് എടുത്തിട്ട് അയച്ചു നോക്കാം. ഒരു പുതിയ ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യും. ഡെമോ ചാറ്റ് ബോട്ട് ലാംഗ്വേജ് ഇംഗ്ലീഷ്. ഡെമോ ചാറ്റ് ബോട്ട് ടെംപ്ലേറ്റ് 1. പ്ലീസ് സെലക്ട് വൺ ഓപ്ഷൻ ബിലോ. ഒരു ബട്ടൺ ആഡ് ചെയ്യാം. ഓപ്ഷൻ 1. ഓപ്ഷൻ 1. മറ്റൊരു ബട്ടൺ ആഡ് ചെയ്യാം. ഓപ്ഷൻ 2. പിന്നൊരു ബട്ടൺ ആഡ് ചെയ്യാം. ഓപ്ഷൻ 3. ഇപ്പം ഇങ്ങനെ നമ്മൾ ചാറ്റ് ബോട്ടിൻ്റെ ഒരു മെസ്സേജ് ക്രിയേറ്റ് ചെയ്തിട്ട് 3 ഓപ്ഷൻസ് ക്രിയേറ്റ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ്, നമുക്ക് ഈ ഓരോ ഓപ്ഷൻ 1, 2, 3ക്ക് വേണ്ടിയിട്ട് വേറെ മെസ്സേജസ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഡെമോ ചാറ്റ് ബോട്ട് ഓപ്ഷൻ 1. ഓപ്ഷൻ 1 ഇംഗ്ലീഷ്. ഓപ്ഷൻ 1. ദിസ് ഈസ് ഓപ്ഷൻ 1. ഓപ്ഷൻ 1. ഇനി ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് നമുക്കൊരു ബട്ടൺ വേണമെങ്കിൽ ആഡ് ചെയ്ത് നോക്കാം. ഒന്നും കൂടെ ആഡ് ചെയ്യാം. ഓപ്ഷൻ 11. 1 ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ ഞാൻ 2 ടെംപ്ലേറ്റ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഒന്ന് ചാറ്റ് ബോട്ടിൻ്റെ ബട്ടൺ ഉള്ളതും, 2 ചാറ്റ് ബോട്ടിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏത് മെസ്സേജ് വരണം, അങ്ങനെ 2 മെസ്സേജാണ് ക്രിയേറ്റ് ചെയ്തത്. ഇനി ഈ 2 മെസ്സേജ് വെച്ചിട്ട് നമുക്ക് ചാറ്റ് ബോട്ട് ഒന്ന് റീഡിസൈൻ ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ എടുത്ത ഡെമോക്ക് എന്തോ ഒരു ചലഞ്ച് ഉണ്ട്. അതായത് അതിനകത്ത് ഇമേജ് ലിങ്ക് കൊടുക്കാനൊക്കെ പറയാം, അറിയില്ല. ഇപ്പം നമ്മളുടെ ട്രിഗേഴ്സ് എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ ലീഡ് വരുമ്പോൾ ഒരു മെസ്സേജ് അയക്കണം. ആ മെസ്സേജ് വാട്സപ്പിലാണ് അയക്കുന്നത്. അത് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യാണ് ഏത് മെസ്സേജാണ് അയക്കുന്നത് എന്നുള്ളത്. സോ ഡെമോ ചാറ്റ് ബോട്ട് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്ത മെസ്സേജ്. ആ മെസ്സേജ് കസ്റ്റമർക്ക് അയക്കും. ആ കസ്റ്റമർക്ക് മെസ്സേജ് പോകുമ്പോൾ അതിനകത്ത് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് 3 ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻ 1, 2, 3. അതിൽ കസ്റ്റമർ ഏതെങ്കിലും ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് റിപ്ലൈ തരുന്നത് വരെ വെയിറ്റ് ചെയ്യും. അതിനാണ് ഇവിടെ വെയിറ്റ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കണ്ടീഷനിൽ നമ്മൾ ചോദിക്കുന്നത് റിപ്ലൈഡ് മെസ്സേജ് ഈസ് ഓപ്ഷൻ 1 ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ഓപ്ഷൻ 2 ആണെങ്കിൽ വേറെ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. ഓപ്ഷൻ 3 ആണെങ്കിൽ വേറെ സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യണം. അങ്ങനെ 3 ബ്രാഞ്ചുകൾ നമ്മൾ കണ്ടീഷനിൽ കൊടുത്തു. അപ്പോൾ ഓപ്ഷൻ 1 ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു വേറെ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യാണ്. ചാറ്റ് ബോട്ട് ഓപ്ഷൻ 1 എന്ന് പറഞ്ഞിട്ട് ഒന്ന് സേവ് ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ 2 ആണെങ്കിൽ ഇത്, ഓപ്ഷൻ 3 ആണെങ്കിൽ ഇത്. എന്നിട്ട് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട്
പബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. കാരണം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ലീഡ്സിനെല്ലാം ഇത് പോകും. അപ്പോൾ ഞാൻ പബ്ലിഷ് ചെയ്യുന്നില്ല, ഞാൻ സേവ് ചെയ്യാണ്. പബ്ലിഷ് ചെയ്താലേ ഇത് ലൈവ് ആവുള്ളൂ. നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് നമുക്കത് ചെക്ക് ചെയ്യാം. പക്ഷേ ഞാൻ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുന്ന എല്ലാ ലീഡ്സിന് പിന്നെ ഇത് പോകും. അപ്പോൾ ഒന്നുകൂടെ പറയാം. സ്റ്റെപ്പ് 1, നമ്മൾ വാട്സാപ്പ് API കണ്ടു, മെറ്റയിൽ കണ്ടു എന്താണ് എങ്ങനെയാണെന്നുള്ളത്. നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനകത്ത് നിങ്ങൾ വാട്സാപ്പ് നമ്പർ കണക്ട് ചെയ്യണം. എങ്ങനെയാണ് നമ്പർ രജിസ്റ്റർ ചെയ്യുന്നത് എന്നുള്ളത് ഇന്നലെ കണ്ടു. എങ്ങനെയാണ് ബിസിനസ് വെരിഫിക്കേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഇന്നലെ കണ്ടു. അത് രണ്ടും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സപ്പ് API യൂസ് ചെയ്യാം. വാട്സപ്പ് API യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാനായിട്ട് ടെംപ്ലേറ്റ് മെസ്സേജ് ക്രിയേറ്റ് ചെയ്യണം. ടെംപ്ലേറ്റ് മെസ്സേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്ന് ഇന്ന് കണ്ടു. ഇനി വരുന്ന മെസ്സേജസിന് എങ്ങനെ ഒരു ചാറ്റ് ബോട്ട് പോലെ മെസ്സേജ് അയക്കണം എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത്. ചാറ്റ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെസ്സേജ് അയച്ചതിന് ശേഷം ആ മെസ്സേജിന്റെ റിപ്ലൈ ആയിട്ട് കസ്റ്റമർ തരുന്ന ഓപ്ഷൻസിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത ഓപ്ഷൻസ് പോകുന്നത്. അപ്പോൾ സെലക്ട് യുവർ ജെൻഡർ, മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിലിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും പോവുക. ഫീമെയിൽ എന്ന് പറഞ്ഞാൽ ഫീമെയിലിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് ആയിരിക്കും പോവുക. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് അടുത്ത മെസ്സേജ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ അതിന് പകരം ഓപ്ഷൻ 1, ഓപ്ഷൻ 2, ഓപ്ഷൻ 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെസ്സേജ് ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫസ്റ്റ് കസ്റ്റമർക്ക് പോകുന്നത്. കസ്റ്റമർ അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. അതിൽ ആൻസർ ടൈപ്പ് ഒന്നും ചെയ്യേണ്ട, ക്ലിക്ക് ചെയ്താൽ മതി. ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ക്ലിക്കിനനുസരിച്ചിട്ട് അടുത്ത മെസ്സേജസ് പോകും. ഇതാണ് ഇപ്പം നമ്മളിവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇതിനാണ് ഒരു മിനിമൽ ആയിട്ടുള്ള ഒരു ചാറ്റ് ബോട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് ഇവിടെ നോക്കാം. ചാറ്റ് ബോട്ട് 1. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ ഒരു സ്റ്റെപ്പും കൂടെ ആഡ് ചെയ്തിരുന്നു. അതെന്തായിരുന്നു? ചാറ്റ് ബോട്ട് 1ന്റെ അല്ല, ഓപ്ഷൻ 1ന്റെ മെസ്സേജിനകത്തും നമ്മൾ ഒരു ബട്ടൺ വെച്ചിരുന്നു. അപ്പൊ നമുക്ക് അതും കൂടെ ഒന്ന് കണക്ട് ചെയ്യാം. അപ്പൊ ഞാനിവിടെ വെയിറ്റ് എടുത്തിട്ട് വെയിറ്റ് ഫോർ വാട്ട്, വെയിറ്റ് ഫോർ കസ്റ്റമർ റിപ്ലൈ, കോണ്ടാക്ട് റിപ്ലൈ, റിപ്ലൈ ടു സെക്കൻഡ് സ്റ്റെപ്പ്, സേവ്. സേവ് ചെയ്തതിന് ശേഷം ഇവിടെ അടുത്ത മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ ഇവിടെ ഞാൻ വാട്സാപ്പ് ഫ്ലോ ആണ് സെലക്ട് ചെയ്യുന്നത്. നമ്മളൊരു വാട്സാപ്പ് ഫ്ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാട്സാപ്പ് ഫ്ലോ ആണ് ഞാൻ കൊടുക്കുന്നത് വാട്സാപ്പ് ടെംപ്ലേറ്റിന് പകരം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഫ്ലോ വർക്ക് ചെയ്യുന്നതെന്ന് കൂടെ കാണാം. അപ്പൊ ഞാനിവിടെ ഒരു ഫ്ലോ സെലക്ട് ചെയ്യാണ്. ഇതല്ല, ഈ ഒരു ഫ്ലോ കൂടെ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. ഓക്കെ, ആൻഡ് സേവ്ഡ്. ഇപ്പൊ എന്താ സംഭവിക്കുക വെച്ചാൽ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ആ കസ്റ്റമർക്ക് നമ്മൾ 3 ഓപ്ഷൻ കൊടുത്തു. അതിനകത്ത് ഒരു ഓപ്ഷൻ കസ്റ്റമർ സെലക്ട് ചെയ്തു. അതിന്റെ താഴെ നമ്മൾ വീണ്ടും ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വീണ്ടും ഈ ഫ്ലോ വരും. അപ്പോൾ അത് ഇങ്ങനെ വേണമെങ്കിൽ ആകാം. അതായത് നിങ്ങൾ പരസ്യം ചെയ്തിട്ട് ഒരു ലീഡ് വന്നപ്പോൾ കസ്റ്റമറോട് ചോദിക്കുകയാണ്, നിങ്ങൾ ജോലിയാണോ നോക്കുന്നത്, ബിസിനസ് ആണോ നോക്കുന്നത്, അതോ പഠിക്കാനാണോ നോക്കുന്നത്? അപ്പോൾ അയാൾ ബിസിനസ് സെലക്ട് ചെയ്തു. അപ്പോൾ ബിസിനസ് സെലക്ട് ചെയ്തപ്പോൾ അടുത്ത മെസ്സേജ് പോയി, ബിസിനസ് സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വെച്ചു. അപ്പോൾ അയാൾ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാനുള്ള ഫ്ലോ പോയി. ഫ്ലോ പോയപ്പോൾ അതിനകത്ത് അയാളുടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്തപ്പോൾ അപ്പോയിന്റ്മെന്റ് ബുക്കായി. ഇതാണ് ഇപ്പോൾ നമ്മൾ ഈ ചാറ്റ് ബോർഡ് കൊണ്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഞാനിവിടെ ഒരു ടെസ്റ്റിങ്ങിന് ഒരു നമ്പർ എടുത്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് സെൻഡ് ചെയ്തു, ആഡ് ചെയ്തു, സ്കിപ്ഡ്. ഇവിടെ ടെസ്റ്റ് ചെയ്യണം. ഞാനൊരു കോണ്ടാക്ട് സെലക്ട് ചെയ്യണം.
ഓക്കെ, അപ്പോൾ എനിക്കിപ്പോൾ മെസ്സേജ് വന്നിട്ടുണ്ട്. ഡെമോ ചാറ്റ് ബോട്ട് ടെംപ്ലേറ്റ് 1 ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത മെസ്സേജ് വന്നിട്ടുണ്ട്. പ്ലീസ് സെലക്ട് വൺ ഓപ്ഷൻ. അപ്പോൾ ഞാൻ ഓപ്ഷൻ 1 ക്ലിക്ക് ചെയ്തു. ഓപ്ഷൻ 1 ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് അടുത്ത മെസ്സേജ് വരണം. കണ്ടോ, അടുത്ത മെസ്സേജ് വന്നു. ദിസ് ഈസ് ഓപ്ഷൻ 1. ഇനി ഓപ്ഷൻ 11 ഇതാണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ബട്ടൺ. അപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഓക്കെ, ഈ ഫ്ലോ മൊബൈലിലാണ് ഓപ്പൺ ആവുക, ഇത് കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആവില്ല. ഇപ്പോൾ കമ്പ്യൂട്ടറിലുള്ള മൊബൈലിൽ എനിക്ക് ഫ്ലോ വന്നിട്ടുണ്ട്. ബുക്ക് അപ്പോയിൻമെന്റ് വിത്ത് സുബിലാൽ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല അല്ലേ? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ടൈം സ്ലോട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആവണില്ല. ഇപ്പൊ വരുന്നുണ്ട്. ചെറുതായിട്ട് കാണുന്നില്ല. അപ്പോൾ ഞാൻ താഴെയുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തപ്പോൾ ഫ്ലോ ഓപ്പൺ ആയി. ഫ്ലോയിൽ ഡീറ്റെയിൽസ് അപ്പോൾ ഇതിൽ ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. പിന്നെ പോയി ആ ഡീറ്റെയിൽസ് ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കണ്ട ഒരു ഫോമിൻ്റെ രൂപത്തിലാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഡേറ്റ്, ടൈം, ഫുൾ നെയിം ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അപ്പോയിൻമെന്റ് ബുക്ക് ആവും. ഇതാണ് വാട്സാപ്പ് ഫ്ലോ. അപ്പോൾ ബേസിക്കലി ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ ഒരു ഇപ്പോൾ സ്ക്രീനിൽ കാണാൻ ഒരു ലീഡ് എവിടെ നിന്നെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ വാട്സപ്പ് API എത്തി. വാട്സപ്പ് API നിന്ന് ആൾക്കാർക്ക് പോകുന്ന മെസ്സേജ്, അതാണ് വാട്സപ്പ് API. അതിൽ തന്നെ നിങ്ങൾക്ക് ഒരു ചാറ്റ് ബോട്ട് പോലെ ഓപ്ഷൻസ് കൊടുത്തിട്ട് അതിനനുസരിച്ച് അടുത്ത മെസ്സേജ് കൊടുക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത മെസ്സേജ് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ബിൽഡ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ട പ്രോസസ്സാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ തന്നെ നിങ്ങൾക്ക് ചാറ്റ് ബോട്ട്സ് ഒക്കെ ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാം. ചില പ്ലാറ്റ്ഫോംസ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ആയിരിക്കും. ഇങ്ങനെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിരിക്കും. അതിനുശേഷം അവിടെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ആയിരിക്കും. ചില ഇതിനകത്ത് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത പോലത്തെ ഓപ്ഷൻസ് ആയിരിക്കും. ഓക്കെ, ഇതാണ് വാട്സപ്പ് API. വാട്സപ്പ് API ടെംപ്ലേറ്റ്. വാട്സപ്പ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. വാട്സപ്പ് ചാറ്റ് ബോട്ട് എങ്ങനെ ബിൽഡ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നു. വാട്സപ്പ് ഫ്ലോ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് കാണിച്ചു തന്നു. വാട്സപ്പ് ടെംപ്ലേറ്റ്സ് കണ്ടു. ഇനി വാട്സപ്പ് APIയുമായിട്ട് ബന്ധപ്പെട്ട് വാട്സപ്പിൽ വേരി